മീൻ പീരയുടെ രുചിയിൽ ഒരു വെജിറ്റബിൾ തോരൻ, പക്ഷേ ചേരുവ ഈ രീതിയിലായിരിക്കണം. ഹെൽത്തി, ടേസ്റ്റി, ബെസ്റ്റ് സൈഡ് ഡിഷ്. നോമ്പിന് മീൻ കൂട്ടിയില്ലെങ്കിലും മീൻ പീരയുടെ അതേ രുചിയിൽ കോവയ്ക്കാപ്പീര, അതും പെട്ടെന്ന് സാധാരണ ചേരുവകൾ ഉപയോഗിച്ച്. ഇനി ഈ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി തയ്യാറാക്കാനായിട്ട് 1/2 കിലോ കോവയ്ക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെയിറ്റ് ലോസിനും ഡയബറ്റിക്സിനും വളരെ പ്രയോജനം ചെയ്യുന്ന ഈ കോവയ്ക്ക നന്നായി കഴുകി നീളത്തിൽ മുറിച്ചെടുത്ത് മാറ്റി വെക്കണം. അതുപോലെ ഇതിൻ്റെ ചേരുവകളായ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം റെഡിയാക്കി വെക്കുക. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ ചെയ്യാം. പുളി മസ്റ്റായിട്ടും ചേർക്കണം. അതുപോലെ ധാരാളം കറിവേപ്പിലയും. മറ്റൊരു പ്രധാന ചേരുവയായ തേങ്ങ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർക്കാം. ഇനിയും ഇത് പാകം ചെയ്യാനുള്ള പാത്രത്തിലോട്ട് കോവയ്ക്ക ഇടുക, കൂടെ ചിരകിയ തേങ്ങയും. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ചെറുതായിട്ട് കീറിയെടുത്ത പുളി, അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, ലേശം ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി കൂടുതലാകരുത്, കയ്പ്പ് വരും. അതുകൊണ്ട് ലേശം ഉലുവാപ്പൊടി ആകാവൂ. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇവയെല്ലാം ഇട്ട ശേഷം കൈകൊണ്ട് വേണം നന്നായിട്ട് യോജിപ്പിക്കാനായിട്ട്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ആദ്യം വേവിക്കുക. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. കോവയ്ക്ക എല്ലാം വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. കോവയ്ക്ക ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി. ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. കോവയ്ക്കായുടെ പച്ചനിറം നഷ്ടപ്പെടാതെ ഇത് വേവിച്ചെടുക്കണം. ആ പരുവത്തിൽ കോവയ്ക്ക വളരെ ടേസ്റ്റിയാണ്. ഏകദേശം 4 മിനിറ്റിനുള്ളിൽ ഇത് വെന്തിരിക്കും. അതുപോലെ കുടംപുളി തന്നെ ഇതിൻ്റെ കൂടെ ഇടണം. അപ്പോഴാണ് മീൻ പീരയുടെ അതേ രുചിയിൽ വരുന്നത്. ഒട്ടും കുഴയാതെ ലഭിക്കുന്ന രുചികരമായ പീര സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. മീൻ പീരയുടെ രുചിയിലുള്ള ഈ കോവയ്ക്ക പീര കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. ചോറിനും ചപ്പാത്തിക്കും പറ്റിയ സൈഡ് ഡിഷ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.